ഈ ക്യാമറ ഓഫാക്കാൻ വേണ്ടി പറയുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എനിക്കൊരു ദുരുദ്ദേശവും ഇല്ല കേട്ടോ. ക്യാമറ ഓഫാക്കാൻ പറയുന്നു എന്തിന്? ഇതൊന്ന് കേൾക്കൂ. കണ്ടില്ലേ, ക്യാമറ എല്ലാം ഓഫ് ചെയ്യാൻ പറയുന്നു. എന്തിന്? എന്ത് കാര്യത്തിനാണ് ക്യാമറ ഓഫ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആരാ ക്യാമറ ഓഫ് ചെയ്യുക? എന്തിനാണ് ക്യാമറ ഓഫ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത വല്ല പ്രവൃത്തികളൊക്കെ നടക്കുമ്പോഴല്ലേ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ക്യാമറ ഓഫ് ചെയ്യാൻ പറയുന്നത്. ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താണ് സുരേഷ് ഗോപി ചേട്ടൻ ആ നാട്ടുകാരോട് പറയാൻ പോകുന്നത്? ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും പണമോ മറ്റോ കൊടുക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുടുങ്ങിയിലെ ഇലക്ഷൻ സമയത്ത് ഇമാതിരി പരിപാടി ഒന്നും പറ്റൂല. പക്ഷെ ശോഭ ചേച്ചിയും പറയുന്നുണ്ട് ക്യാമറ ഓഫാക്കാൻ. കേട്ടോക്കുന്നു, ഞാൻ വെറുതെ നുണ പറഞ്ഞു എന്നല്ലേ? ഇനി ക്യാമറ ഓഫ് പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുത്തോ നോക്കട്ടെ. ഇനി ഈ വീഡിയോയിലേക്ക് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഒരു ചെറിയ ബിഹേവിയർ സാധനം കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ സുരേഷ് ഗോപി ചേട്ടനെ രണ്ട് തരത്തിലാണ് ഇവിടെ ആളുകൾ കാണുക. ഒന്ന് BJPയുടെ ഒരു നേതാവ് എന്ന നിലയ്ക്ക് ആളുകൾ കാണുന്നുണ്ട്. രണ്ട്, ഒരു സിനിമാ നടൻ. അതാണ് ഫസ്റ്റ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടനെ കാണാൻ വേണ്ടി അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന, ചിരിച്ചു നിൽക്കുന്ന കുറേ പാവങ്ങളുണ്ട്. അതിലത്തെ ഒരു ചേട്ടൻ കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ അവസാനം നമ്മുടെ ഈ ഡോറിന്റെ ആ ഭാഗത്ത് ഗ്ലാസ് താത്തിയിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. തൊടുക പോലും ചെയ്യുന്നില്ല. എന്തിന്റെ അറപ്പാണോ ഞാൻ അയിത്തമാണോ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. നിങ്ങളത് കണ്ടുനോക്കുന്നേ. എന്തിനാണ് ഈ ക്യാമറ മാറ്റാൻ പറയുന്നത്? ഞാൻ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ ആ സഞ്ചിയിലൊക്കെ ഉണ്ട്. ആ ചേട്ടൻ വെച്ചാൽ കുറെ നേരം കൈ അവിടെ വെക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ക്യാമറ ഒക്കെ ഓഫാക്കിയിട്ട് എന്തോ. എന്നാൽ സുഹൃത്തുക്കളെ, എലക്ഷനാണ് വരുന്നത്. ആളുകൾക്കൊന്ന് കൈ കൊടുക്കാൻ മടിയുള്ള, എന്തെങ്കിലും പരാതി പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതാ ഗോവിന്ദനോട് പോയി പറഞ്ഞാൽ മതിട്ടാ എന്ന് പറയുന്ന, ഗ്യാസ് കിട്ടാനില്ല എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ക്യാബിനിൽ വന്ന് സംസാരിക്കുക, അത് പൊതുവിൽ വന്ന് സംസാരിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഇത്തരം ആളുകളൊക്കെ നമ്മുടെ ഇടയിലേക്ക് വോട്ട് ചോദിച്ചൊക്കെ വരും. സൂക്ഷിക്കണം. ഇവര് തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഏറ്റവും മാന്യം വരെയൊക്കെയാണ് പെരുമാറുക. പിന്നെ ഉത്തരേന്ത്യയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പോലെ ആയിരിക്കും. ദളിതരായിട്ടുള്ള ആളുകളാണ് ആദ്യം കുടുങ്ങുക കേട്ടോ. ഈ നാട്ടിൽ ദളിതരായിട്ടുള്ള ആളുകളാണ് ആദ്യം ഈ തീവ്ര വലതുപക്ഷ BJP ഗവൺമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം കുടുങ്ങുക ദളിതരായിരിക്കും. മാപ്പിളാരൊന്നും അല്ല, ദളിതരാണ് ആദ്യം കൊടുക്കുക. ഒപ്പം നടക്കുന്നവരൊക്കെ അതൊക്കെ ആലോചിച്ചാൽ നന്ന്. എന്തായാലും ഒന്ന് കൈ കൊടുക്കായിരുന്നു. ആ ചേട്ടൻ കുറെ നേരം കൈ ഇങ്ങനെ എടുത്തു വെച്ചല്ലേ അല്ലേ? ക്യാമറ ഓഫ്. ഒന്ന് ക്യാമറ ഓഫ് ചെയ്യടോ. ഈ സമയത്ത് എത്ര ക്യാമറ ഓഫ് ചെയ്താലും ആൾക്കാരൊക്കെ അത് എടുക്കും. മാറ്റം പറയും. അതിന്റെ ബാക്കി വെച്ചാൽ എനിക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ബാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണം. എൻ്റെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, സനൂപ് താവോ എന്ന് പറയും. SANOOPTAO, സനൂപ് താവോ. അതിലേക്കൊന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് കിട്ടും. അതിൽ ഇൻസ്റ്റാഗ്രാം വഴി എനിക്കൊന്ന് മെസ്സേജ് ഇടണേ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ബാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ. എനിക്ക് ഇത്ര കിട്ടിയിട്ടുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ ഒന്ന് പറയണം. ബൈ.